നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഒരു ടേബിളിൻ്റെ ഫീൽഡ് നെയിം നമുക്ക് ടെമ്പററി എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണമായി നമുക്കിവിടെ സ്റ്റുഡൻറ്റ് നെയിം എന്നുണ്ട്, അതുപോലെ ബാക്കി എല്ലാ കോളംസും ഉണ്ട്. സോ നമുക്ക് സ്റ്റുഡൻറ്റ് നെയിം നമുക്ക് ഫസ്റ്റ് നെയിം ആയിട്ട് നമുക്കിവിടെ ലഭിക്കണമെന്ന് നോക്കുക. ടെമ്പററി മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് സ്റ്റുഡൻറ്റ് നെയിം, ഏത് കോളമാണോ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് പേര് സ്റ്റുഡൻറ്റ് നെയിം. അതിനുശേഷം ആസ് എന്ന് പറയുന്നൊരു കീവേഡ് കൊടുക്കുക. ആസ് ഫസ്റ്റ് നെയിം നമുക്ക് സിംഗിൾ കോട്ടിനുള്ളിൽ കൊടുക്കാം. ഫസ്റ്റ് നെയിം കോമ കൊടുത്ത ശേഷം പിന്നെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം. സോ ഏജ് വേണം, കോമ പ്ലേസ് വേണം. ഏത് ടേബിളിൽ നിന്നാണ് വേണ്ടത്? ഫ്രം നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നാണ് വേണ്ടത് സ്റ്റുഡൻറ്റ്. ഈ ഒരു ക്വറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന ഈ ഫീൽഡ് നെയിമിൻ്റെ ഭാഗത്ത് നമുക്ക് ഫസ്റ്റ് നെയിം എന്ന് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് നെയിം എന്ന് ലഭിക്കും, സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്ത് ഫസ്റ്റ് നെയിം എന്ന് ലഭിക്കും. ബാക്കിയെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് അതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിവിടെ ഏജിൻ്റെത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഏജ് ആസ് സ്റ്റുഡൻറ്റ് ഏജ് സിംഗിൾ കോട്ടിനുള്ളിൽ കൊടുക്കുക. സ്റ്റുഡൻറ്റ് സിംഗിൾ കോട്ട് അല്ലെങ്കിൽ ഡബിൾ കോട്ടിനുള്ളിൽ കൊടുക്കാം സ്റ്റുഡൻറ്റ് ഏജ്. അതുപോലെ പ്ലേസ് അങ്ങനെ തന്നെ കൊടുക്കാം. സോ നമ്മൾ ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഏജ് എന്ന് പറയുന്ന ഭാഗത്ത് സ്റ്റുഡൻറ്റ് ഏജ് എന്ന് വരുന്നതായിരിക്കും. സോ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ഫസ്റ്റ് നെയിം സ്റ്റുഡൻറ്റ് ഏജ് പ്ലേസ് എന്നിങ്ങനെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഈ ആസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് നമ്മുടെ ഒറിജിനൽ കോളൻ നെയിം കൊടുത്ത ശേഷം ആസ് കൊടുത്ത ശേഷം നമ്മുടെ പുതിയ കോളൻ നെയിം നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് ആ കോളൻ നെയിം ഇവിടെ കൊടുക്കാം. സോ ഇത്തരത്തിൽ നമുക്ക് ടെമ്പററി ആയിട്ട് ഒരു കോളം നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്.